ഹായ് ഗൈസ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. ഞാൻ ഇന്നിവിടെ ഒരു മതിലിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഫുള്ള് മണ്ണൊക്കെ വെച്ച് നിറച്ചേക്കുന്ന കാണാൻ പറ്റുന്നല്ലേ. അപ്പോൾ നേരത്തെ ഇതിങ്ങനെ മണ്ണൊന്നും വെച്ചിട്ടില്ലായിരുന്നു, ഫുള്ള് ഓട്ടയായിട്ട് ഹോളായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പാമ്പൊക്കെ കയറുന്നാൽ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കില്ലേ, ജീവികളൊക്കെ തണുപ്പ് കാലത്തും ചൂടുകാലത്തും ഒക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ട് മണ്ണൊക്കെ വെച്ച് അടച്ചതാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇച്ചിരിയും കൂടെ ഒരു സെറ്റപ്പായിട്ടിരിക്കട്ടെ, നല്ലൊരു ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ച് ഇതിൽ കൂടെ മുഴുവൻ ചെടി വെച്ചു. പക്ഷേങ്കിൽ വെച്ച സമയത്ത് വേനൽക്കാലം ആയിരുന്നുകൊണ്ട് കുറേ ചെടികൾ കരിഞ്ഞു പോയി. ആകെ കുറച്ച് ചെടി മാത്രമേ വെച്ചുള്ളൂ. ഇപ്പോൾ ഇടയ്ക്കൂടെ ഇതുണ്ട്, 1, 2, 3 അങ്ങനെ കുറച്ചെണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അത്യാവശ്യം കുറച്ചെണ്ണമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഭിത്തി ഇച്ചിരി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ ചട്ടിക്ക് പകരം ചിരട്ടയാണ് വെച്ചേക്കുന്നത്. അതായത് നമ്മുടെ റബ്ബറിൻ്റെ ചിരട്ട, റബ്ബർ പാൽ എടുക്കുന്ന ചിരട്ട. ഓക്കെ, അപ്പോൾ ചട്ടിക്കാണെങ്കിൽ ഒരെണ്ണത്തിന് 10 രൂപ 15 രൂപയൊക്കെ റേറ്റ് വരും ഇവിടെ. അപ്പോൾ ചിലവ് കുറഞ്ഞിരിക്കാനായിട്ടാണ് ഒരു ചിരട്ട കൊണ്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ഗാർഡൻ ഒന്ന് കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡൻ. ഇതൊരു 10 അടി നീളവും അതുപോലെ 4 അടി വീതിയുള്ള ഒരു നെറ്റിലാണ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൽ മൊത്തം ഒരു 126 ചിരട്ട വെച്ചിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം നല്ല മുഴുത്ത ചിരട്ട തന്നെയാണ്, ഇത്രയുള്ള ചിരട്ടയാണ്. അപ്പം നമ്മളിതിൽ കുറേ ഭാഗം 10 മണിച്ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഇതുപോലെ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് അരേലി വെച്ചിട്ടുണ്ട്. ഒന്നും മാത്രം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. മുഴുവൻ ഈ 10 മണിച്ചെടിയെല്ലാം പൂത്ത് അതിൻ്റെ പൂവൊക്കെ കണ്ട് അതിൻ്റെ കളറൊക്കെ അറിഞ്ഞിട്ട് വേണം കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തൊന്ന് സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 1.5 ഇഞ്ച് സ്ക്വയറിൻ്റെ നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏകദേശം വെയിറ്റൊക്കെ താങ്ങാൻ രീതിയിൽ കട്ടിയുള്ള രീതിയിൽ ഉള്ള നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് നെറ്റുകളിലും യൂസ് ചെയ്യാം, ചെറുതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഒരുപാട് വെയിറ്റ് വരുമ്പോഴത്തേക്കും ഈ ചട്ടിയെല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അത് താങ്ങാനായിട്ടൊരു കട്ടിയുള്ള രീതിയിലുള്ള ഒരു നെറ്റ് നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ചിരട്ട ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ കൊളുത്തുകളാണ്, കണ്ടില്ലേ. അപ്പോൾ ഈ കൊളുത്തയിലോട്ട് ഇങ്ങനെയാണ് നമ്മൾ ചിരട്ട എടുത്ത് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നതിന് നാഗക്കമ്പി എന്ന് പറയുന്നത് നമുക്ക് ഇരുമ്പ് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഈ സാധനം സിങ്ക് പ്ലേറ്റ് ചെയ്ത സ്റ്റീൽ കമ്പി, ഇരുമ്പ് കമ്പി. നമുക്ക് കട്ടിംഗ് പ്ലെയറൊക്കെ യൂസ് ചെയ്ത് എളുപ്പത്തിൽ വളയ്ക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. വലിയ കട്ടി ഉള്ളതല്ല, എന്നാൽ അത്യാവശ്യം ബലമുണ്ട്. നമ്മുടെ ഈ ചിരട്ടയൊക്കെ തൂക്കിയിടാൻ മാത്രമുള്ള ബലമുണ്ട് ഇതിന്. ഇതിനേക്കാൾ ഇച്ചിരിയും കൂടെ കട്ടി കുറഞ്ഞ കമ്പിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ ഇച്ചിരി നല്ല ബലത്തിലിരിക്കാൻ വേണ്ടി ഈ ഒരു സാധനമാണ്, ഇത്രയും കട്ടികളാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൊളുത്ത് എങ്ങനെയാണെന്ന് പിരിച്ച് റെഡിയാക്കി എടുക്കുന്നത്, നമുക്ക് ചിരട്ട വെക്കാൻ പാകത്തിനാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചിരട്ട വെക്കാനുള്ള കൊളുത്തുണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഒരു 2 അടി നീളമുള്ള, അതായത് നമ്മുടെ നാഗക്കമ്പി എന്ന് പറയും, അതിൻ്റെ ഒരു 2 അടി നീളമുള്ള പീസ്. ഇത് നമ്മൾ ഒരു 4 ഇഞ്ച് വണ്ണമുള്ള പൈപ്പയിലോട്ടൊന്ന് ചുറ്റിയിട്ട് ഒരു 2 തവണ പിരിച്ചെടുക്കണം. 2 തവണ ഒന്ന് പിരിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഈ ഒരു പൈപ്പയിലോട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ 2 തവണ പിരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊരിയെടുക്കാം. ഇനി ഇതിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി ഒന്ന് എടുത്തിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് പ്ലെയറിൻ്റെ ഇങ്ങനെ ഒരു വണ്ണമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയും വീതി വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് നമ്മൾ മടക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിൻ്റെ മേളുഭാഗത്തു നിന്ന് ഒരു ഇത്രയൊക്കെ നീളം മേളോട്ട് നിർത്തിയിട്ട് നമുക്കിങ്ങനെ താഴോട്ട് വളച്ചെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ സെയിം അകലത്തിൽ ഇതിൻ്റെ അടിഭാഗവും ഒന്ന് വളച്ചെടുക്കാം. അപ്പോൾ അത് സെയിം അകലമായിരിക്കണം, അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടക്കും നമ്മുടെ ചട്ടി. ഏറെക്കുറെ സെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ എക്സ്ട്രാ നീളം ഉണ്ടെങ്കിൽ വേണേൽ കട്ട് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊളുത്തുണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് നേരെ നെറ്റിലോട്ട് ഇതിങ്ങനെ അങ്ങ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചട്ടി എടുത്ത് വെക്കാൻ പറ്റും. കട്ടിംഗ് പ്ലെയർ അല്ല, ചട്ടി എടുത്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ബലം തന്നെയുണ്ട് ഇതിന്. ഓക്കെ, മനസ്സിലായില്ല എങ്ങനെയാണ് ഈ കൊളുത്തുണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ഈ ഒരു ഫ്രെയിമേലോട്ട് ഈ നെറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊരു സ്പോട്ട് വെൽഡ് അടിച്ച് വെച്ചേക്കുവാണ്. അതിന് പകരം നമുക്ക് വെറും സ്ക്രൂവും ഒരു വാഷറും കൊണ്ടിട്ട് അതിലോട്ട് ഈ നമ്മുടെ ഷീറ്റൊക്കെ മുറുക്കുന്ന സ്ക്രൂ കൊണ്ട് ഇതിലോട്ട് മുറുക്കി വെക്കാവുന്നേ ഉള്ളൂ. അവിടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്വയർ പൈപ്പ് മൊത്തം ഇവിടെ വേസ്റ്റ് വന്ന സ്ക്വയർ പൈപ്പ് തന്നെയാണ്. സാധാരണ വീട്ടിലൊക്കെ ഈ പഴത്തൊലിയും പച്ചക്കറിയൊക്കെ വേസ്റ്റ് വരുമ്പോഴത്തേനും ഇവിടെ ഇരുമ്പ് കമ്പി വേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ, ചെറിയ ഓരോരോ സാധനങ്ങൾ, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഞാൻ ഇടയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ മിച്ചം വരുന്നതും അതുപോലെ തന്നെ ചിലതൊക്കെ ഫ്ലോപ്പ് ആയതിൻ്റെയൊക്കെ ഓരോ ബാക്കി സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളാക്കി മാറ്റാറുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വലിയ പൈപ്പും തൂണായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പൈപ്പും അതുപോലെ ഇങ്ങനെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്നും എന്നാന്ന് ചോദിക്കില്ല കേട്ടോ, അതൊക്കെ വലിയ കഥയാണ്.
അപ്പോൾ നമുക്കിവിടെ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ ഒരുപാട് പൂക്കളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ നട്ടിട്ട് ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ. ഇനി എല്ലാം ഒന്ന് പിടിച്ചിട്ട് പോലും ഇല്ല നേരെ ചൊവ്വേ. അപ്പോൾ ഇത് ഫുള്ളൊന്ന് പൂക്കളൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും വേറൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ലുക്ക് എന്നൊക്കെ ഒന്ന് കാണാനായിട്ട്. കുറേ കൂടുതൽ ചിരട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ ചിരട്ട അതുപോലെ തന്നെ ഈ തൂക്കിയിടാനുള്ള കൊളുത്തും ഇനിയും മിച്ചവരിപ്പുണ്ട്. ചിലപ്പോൾ ഇനിയും വേറെ ഒരു ഗാർഡൻ കൂടെ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ഗാർഡനിലോട്ട് ഇനിയും നടാനായിട്ട് വേറെ കുറേ ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഞാനതൊക്കെ കാണിച്ചു തരാം. അതൊക്കെ ഇതിലോട്ട് നടന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ, ഒരു ചെറിയ രീതിയിലൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ നമ്മുടെ ഈ വരുന്ന ചിരട്ടയ്ക്ക് വെറും 3 രൂപ വരുന്നുള്ളൂ ഒരു ചിരട്ടയ്ക്ക്. അത്യാവശ്യം മുഴുത്ത ചിരട്ടയാണ്. സാധാരണ ഒരു നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി മേടിക്കാനാണെങ്കിൽ ഒരെണ്ണത്തിന് 10 രൂപയോളം വില വരും. അപ്പോൾ എല്ലാവർക്കും തന്നെ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലൊരു സാധനമാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ഹാർഡ്വെയർ ഐറ്റംസ് മാത്രമേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൂ. ചിരട്ട, അതുപോലെ തന്നെ ഈ കമ്പി വളച്ചുണ്ടാക്കുന്നത്, ഫ്രെയിം ഉണ്ടാക്കുന്നത്, അതൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ബാക്കി ചെടിയുടെ പരിപാടി എല്ലാം എൻ്റെ മാതാജിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പുള്ളിക്കാരിയാണ് ഓരോ സ്ഥലത്തു നിന്നും കൊണ്ടുപോയി ചെടിയൊക്കെ കൊണ്ടുവരും, നട്ട് എല്ലാം സെറ്റാക്കി വെക്കും. അതാണ് ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.